രോമാഞ്ചമായിരുന്നു കൊറേ നാൾക്ക് നല്ലൊരു കിടിലൻ റോള് ഇന്ത്യൻ സിനിമ കണ്ടിട്ടില്ല ഇങ്ങനത്തെ റേറ്റും. സൂപ്പർ സൂപ്പർ വേറെ ലെവൽ വേണം. അടിപൊളി ഹിറ്റാണ് പടം ഹിറ്റ് ആക്ടിങ് VFX എല്ലാം ആദ്യത്തേലും നല്ലതാ. രണ്ടാമത് ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചിരുന്നു സെക്കൻഡിൽ എന്ത് കാണിക്കാറുണ്ട്, പക്ഷെ കൊള്ളാം. അടിപൊളിയായിട്ട് വില്ലന്മാരെല്ലാം പൊളി പടം. പൊളി വെച്ചാൽ ഇന്ത്യൻ സിനിമ കണ്ടിട്ടില്ല ഇങ്ങനത്തെ റേറ്റും. സൂപ്പർ പടം. രാഹുലിനെക്കാളും നല്ലത്. ഒരു ഇന്ത്യൻ സിനിമയിലായാലും ഏത് സൈഡ് എടുത്ത് നോക്കിയാലും ആക്ടിങ് വൈസ് ഋഷഫിയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അയ്യോ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. സോങ്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ടെക്നിക്കൽ സൈഡ് VFX ജറാം എല്ലാം പൊളി. അയ്യോ മച്ചാ വേറെ ലെവല് വേണം പറയണ്ട, അത് കണ്ടു നോക്കാം. അടിപൊളി മേക്കിംഗ് ആയാലും ഓവറാക്കാതെ ഇത്ര അടിപൊളിയായിട്ട് ഗ്രാഫിക്സ് VFX ഇന്ത്യൻ സിനിമയിലെ ബെസ്റ്റ് കിഡിലൻ മൂവി. മസ്റ്റ് വാച്ച്, ഒന്നും പറയില്ല. രോമാഞ്ചമായിരുന്നു truly deserving for this performance. Extremely good. സത്യം വാക്കുകളില്ല. കാന്താര ഫസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട് 2 എങ്ങനെയുണ്ട്? ഞാൻ കാന്താര 1 തിയേറ്ററിൽ പോയി കണ്ട അതെങ്കിൽ ലാസ്റ്റ് 20 മിനിറ്റ്സ് ഒക്കെ എനിക്കൊരു ഹൈ കിട്ടിയുള്ളൂ. പക്ഷെ ഇത് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദ മൂവി മേക്കിംഗ് ആയാലും VFX ആയാലും ക്വാളിറ്റി സ്റ്റാഫ് കിഡിലൻ. ജയറാമേണ്ണെ കൂടെ പറഞ്ഞിട്ടുണ്ട്. പറയാൻ ജയറാമേണ്ണ കുറെ നാൾക്ക് നല്ലൊരു കിഡിലൻ റോള് ഇങ്ങനെയാണ് പറ്റിയത്. പ്രതീക്ഷിച്ചു ജയറാമേണ്ണ ഇങ്ങനത്തെ പ്രതീക്ഷയില്ല, ഒട്ടും പ്രതീക്ഷയില്ല. കിഡിലൻ. 3 വർഷത്തിന് ശേഷം കാന്താര കാണാൻ പ്രതീക്ഷിക്കുന്നവർ കാന്താര ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് ചാപ്റ്റർ 2 ഇഷ്ടപ്പെടുമെന്നുള്ള 1 ഇഷ്ടപ്പെടുന്ന കാര്യം യാതൊരു സംശയം വയ്ക്കേണ്ട. ഇത് നല്ല സിനിമയാണ്, ഇതൊരു വിശ്വാസ സിനിമയാണ്. ഇതിനെ ഡീഗ്രേഡ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. ഡീഗ്രേഡ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്റ്റോറി ലൈൻ ആയാലും മൊത്തത്തില് ജയറാമിനൊക്കെ ഇങ്ങനത്തെ ഒരു വേഷം ആദ്യമായിട്ട് കിട്ടുന്നത്. ജയറാമിനൊക്കെ ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു വില്ലൻ വേഷം കിട്ടുന്നത്. മൊത്തത്തിലെ പടം തൂക്കി. ഈ ഒരു സിനിമയാണ് ശരിക്കും നമ്മൾ ജയറാമേണ്ണ യൂസ് ചെയ്യുന്നത്. കാരണം ജയറാമേണ്ണ അടിപൊളി പെർഫോമൻസിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഋഷഭ് ഷെട്ടി, പിന്നെ ഋതു ഭയങ്കര ചാർമിങ് ആണ്. നമ്മള് പൊന്നിയിൻ സെൽവത്തിൽ ഐശ്വര്യ പോലെ അതിലും അടിപൊളിയായിരുന്നു. ലൈക്ക് ഭയങ്കര ലുക്കായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു ഫസ്റ്റിനെ അപേക്ഷിച്ച് സെക്കൻഡ് ജയറാം നന്നായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മലയാളത്തിന് അഭിമാനിക്കാവുന്നതല്ലേ. അദ്ദേഹം നമ്മുടെ കേരളീയനായിട്ടുള്ള അദ്ദേഹം നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ജയറാം വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു തരത്തിൽ ജയറാം അഭിനയിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്.